ലൈംഗിക അതിക്രമത്തിൽ നടി മിനു മുനീർ ഇന്ന് പരാതി നൽകും. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരൻ, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്നിവർക്കെതിരെയാണ് പരാതി. സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന പരാതി അയക്കും. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ മിനുവിനെ ബന്ധപ്പെട്ടു. പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് മിനു വ്യക്തമാക്കി. സൈഫുന്നിസ തുടരുന്നുണ്ട്. സൈഫുന്നിസ, അതിഗുരുതരമായ ആരോപണങ്ങളാണ് നടി മിനു മുനീർ ഉന്നയിച്ചിരിക്കുന്നത്. അതും മുകേഷ്, മണിയൻപിള്ള രാജു ഉൾപ്പെടെ ഒരു വലിയ നിര തന്നെയുണ്ട് മിനുവിന്റെ പരാതിയിൽ. ഇന്നിപ്പോൾ മിനു മുനീർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്, പരാതി നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൈഫുന്നിസ? തുളസി, കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ ആർട്ടിസ്റ്റ് കൂടിയായ മിനു മുനീർ ഈ വിഷയത്തിൽ ആരോപണവുമായി രംഗത്തെത്തിയത്. മിനു മുനീർ, മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, ജയസൂര്യ തുടങ്ങിയവർക്കെതിരെയൊക്കെയാണ് ആരോപണം ഉന്നയിച്ചത്. ഇന്നലെ ഒരു ആരോപണം മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വിഷയത്തിൽ പരാതിയുമായി നിയമപരമായി മുന്നോട്ട് പോകാനാണ് മിനു മുനീർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ചിരുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘം മിനു മുനീറിനെ ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിനു മുനീറിനോട് പരാതി എഴുതി നൽകാനും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പരാതി എഴുതി നൽകുന്നതോടെ ഈ വിഷയത്തിൽ നിയമപരമായ നടപടികൾ ആരംഭിക്കും. പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ എടുത്ത ഇതുമായി ബന്ധപ്പെട്ട് 2 ആരോപണങ്ങളിൽ എടുത്ത അന്വേഷണത്തിന്റെ ഒപ്പം ഈ മിനു മുനീറിന്റെ ആരോപണങ്ങൾ കൂടി അന്വേഷിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ പ്രധാനപ്പെട്ട നടന്മാർക്കൊപ്പം പ്രൊഡക്ഷൻ കൺട്രോളർമാരായ 2 പേർക്കെതിരെയും അതുകൂടാതെ തന്നെ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതാവായ VS ചന്ദ്രശേഖരനെതിരെയും മിനു മുനീർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സമഗ്ര അന്വേഷണം നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇന്ന് പരാതി രേഖാമൂലം നൽകുന്നതോടെ ഈ വിഷയവും നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാകും മലയാള സിനിമ ഇക്കാര്യത്തെ നോക്കിക്കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയും സംവിധായകനെതിരെയും ഒക്കെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത്. അതുകൂടാതെ തന്നെ മറ്റൊരു ആരോപണം കഴിഞ്ഞ ദിവസം വന്നത് 2 നടിമാർ ഒരേ സംവിധായകൻ തുളസിദാസിനെതിരെ നിവർത്തിയ ഒരു ആരോപണമായിരുന്നു. ലൊക്കേഷനിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായത്, രാത്രി കഥകിൽ തട്ടുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടായത്. ഇത് തുളസിദാസ് എന്ന സംവിധായകനെതിരെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരും ഇനി പരാതിയുമായി നിയമപരമായി മുന്നോട്ട് പോയാൽ ഈ തുളസിദാസിനെതിരെയും നിയമപരമായ നടപടികളിലേക്ക് പോലീസ് കടക്കേണ്ടി വരും. തുളസി, സൈഫുന്നിസ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങളൊക്കെ, പരാതികളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ ധൈര്യം കാണിക്കുന്നത്. ഒരുപക്ഷെ മുൻപ് പരാതി പറഞ്ഞവർ തന്നെ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ അന്ന് അതിൽ ഒരു നടപടിയോ അല്ലെങ്കിൽ ഇതിലൊരു തുടർ നീക്കങ്ങളോ ഒന്നും ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ പിന്മാറുകയായിരുന്നു അവരെല്ലാം. ഈ മേഖലയിൽ നിന്ന് തന്നെ പോകേണ്ടി വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമുക്കൊക്കെ അറിയാം, ഇന്നലേക്ക് നമ്മളോടൊക്കെ സംസാരിച്ചവരിൽ പലരും അത്തരത്തിൽ ഈ മേഖല തന്നെ വിട്ടുപോയ ആളുകളുണ്ട്. എന്തായാലും ഇപ്പോൾ അവർക്ക് ആ ധൈര്യം ലഭിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അതിനുശേഷം ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി ഉണ്ടാകുമെന്നൊരു വിശ്വാസത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെയാണ് പലരും ഈ പരാതിയുമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മിനു മുനീറിന്റെ പ്രതികരണം, അവരുടെ ഒരു വെളിപ്പെടുത്തൽ വന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട നടന്മാരാണ് മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ അടക്കമുള്ള നടന്മാർ. ഒരുപക്ഷെ ജനങ്ങൾ അത്രയേറെ ആരാധിക്കുന്ന ആളുകളുടെ പേരുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകൾ വരാനുള്ള സാധ്യത ഇന്നും ഉണ്ടാകുമോ? കൂടുതൽ പേർ പരാതിയുമായി വരാനുള്ളൊരു സാധ്യതയുണ്ടോ ഇന്ന്? തീർച്ചയായും ശ്രുതി, നമ്മളത് പ്രതീക്ഷിക്കുക തന്നെ വേണം. കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ പിന്നാലെ അത് നൽകിയ ഒരു ആത്മവിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ട്. പ്രധാന നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും പോലും ഈ വിഷയത്തിൽ തുറന്നു പറച്ചിലിന് നടിമാർ തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നടിമാർ മാത്രമല്ല, യുവ സംവിധായകരും എഴുത്തുകാരും ഒക്കെയുള്ള ആളുകൾ പോലും ഈ വിഷയത്തിൽ തുറന്നു പറച്ചിലിന് തയ്യാറാകുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സർക്കാരും ഈ വിഷയത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഈ രീതിയിലാണ് എങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, അതുകൂടാതെ ബാബുരാജിനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തന്നെ രഞ്ജിത്തിനെതിരെയും ഒപ്പം സിദ്ദീഖിനെതിരെയും അന്വേഷണം നടക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ രീതിയിൽ തുളസിദാസ് അടക്കമുള്ള ആളുകൾക്കെതിരെയൊക്കെ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ ആരോപണം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരാൻ അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങൾ വിശദീകരിക്കാൻ
വിശദീകരിക്കാൻ, ദുരനുഭവങ്ങൾ വിശദീകരിക്കുവാനായി രംഗത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2006 നടന്ന ഒരു അനുഭവമായിരുന്നു. 2018 ഒരു യുവനടി പരാതിയായി തുളസീദാസിനെതിരെ അമ്മയിൽ നൽകിയത്. ഈ AMM എന്ന സംഘടന പക്ഷേ ഈ പരാതിയിൽ ഒരു നടപടി എടുക്കാൻ തയ്യാറായില്ല. ഈ സംവിധായകനെതിരെ 2013 സമാനമായ പരാതി ഉണ്ടായിട്ടും അതിൽ നടപടി ഉണ്ടായില്ല. ഈ സംവിധായകനെതിരെ നടപടി എടുക്കണമെന്ന് ഫെഫ്കയിൽ ശുപാർശ ചെയ്യുകയോ മറ്റോ ഒന്നും AMM എന്ന സംഘടനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ശേഷം മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇവർക്ക് മറുപടി പറയേണ്ടി വരും. AMMയുടെ സംഘടന എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ല എന്ന കാര്യം ഇന്നലെയാണ് മിനു മുനീർ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മിനു മുനീറിന്റെ നീക്കം. സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.